ഹായ് ഡിയർ മക്കളെ, വെൽക്കം ടു പൈറസ് ലേണിംഗ് അക്കാഡമി. ഇസ്മി അനന്തു. മക്കളെ, വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു ഇന്നത്തെ മോഡൽ എക്സാമിനേഷന് മാത്സിന് ചോദിച്ചത്. സെക്കൻഡ് ഇയർ മോഡൽ എക്സാം മാത്സിൻ്റെ കഴിഞ്ഞിരിക്കുകയാണ്. സോ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചത്. പ്രതീക്ഷിച്ച പോലെ അധികം ടഫ് ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ കൺസെപ്റ്റ് അനുസരിച്ച് പഠിച്ച കുട്ടികൾക്ക് വളരെ എളുപ്പമായിരുന്നു. കഴിഞ്ഞ വർഷമല്ല, ക്രിസ്മസ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് പോലെയൊന്നുമല്ല, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചത്. സോ മക്കളെ, ഇതുപോലെ തന്നെയായിരിക്കും നമ്മുടെ ഫൈനൽ എക്സാമും. അല്ലാതെ ഇത് ടഫായി കഴിഞ്ഞാൽ മറ്റേത് എളുപ്പമാകും, അല്ലെങ്കിൽ ഇത് എളുപ്പമായി കഴിഞ്ഞാൽ മെയിൻ ടഫാകും, ഇങ്ങനെയുള്ള അന്ധവിശ്വാസം എന്നൊക്കെ വെറുതെയാണ്. ഇതുമായിട്ട് നോ കണക്ഷൻ. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെയായിരിക്കും നമ്മുടെ മോഡൽ എക്സാം. സോ ഇതിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് ഈ മോഡൽ എക്സാമിന് അനുസരിച്ചായിരിക്കും. അപ്പോൾ ഈ ആൻസർ കീ ഞാൻ ഡിസ്കസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ വെയിറ്റേജുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. ആ വെയിറ്റേജ് നോക്കി പ്ലാൻ ചെയ്ത് നമുക്ക് പബ്ലിക് എക്സാമിന് തയ്യാറാകാം. ഓക്കെ, അപ്പോൾ ഇന്നലത്തെ ലൈവിൽ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു. സോ അത് പഠിച്ചവർക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ മാർക്ക് കിട്ടിയിരിക്കും. ഓക്കെ, മക്കളെ, ഇതിൻ്റെ പാർട്ട് 1 ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, 3 മാർക്ക് ക്വസ്റ്റ്യൻസ്. സോ നിങ്ങൾക്ക് ഇത് പബ്ലിക് എക്സാമിന് കൂടെ ഉപകാരപ്പെടും. അതുകൊണ്ട് ഞാൻ ആൻസർ കറക്റ്റായിട്ട് പറഞ്ഞു പോവുകയാണ്, പെട്ടെന്ന് ഡിസ്കസ് ചെയ്ത് പോവല്ല. ആൻസർ കറക്റ്റായിട്ട് എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു പോവുകയാണ് മക്കളെ. സോ ഫുള്ളായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് കിടക്കാം. മക്കളെ, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂടുക. പബ്ലിക് എക്സാം നമുക്ക് അടിച്ച് മിന്നിച്ച് പഠിക്കാം. ഓക്കെ, എനിക്ക് ഉറപ്പുണ്ട് നല്ല എളുപ്പമായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. A+ അല്ലെങ്കിൽ ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് ഈ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 3 മാർക്കിൻ്റെ 8 ക്വസ്റ്റ്യൻസ് ആണ്. അതിൻ്റെ അകത്തെ 6 എണ്ണം എഴുതിയാൽ മതി. സോ നിങ്ങൾ ഇത് എഴുതി കാണും. നമ്മൾ ഇന്നലെ ലൈവിൽ ഡിസ്കസ് ചെയ്ത ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതേ മോഡൽ ക്വസ്റ്റ്യൻ ലൈവിൽ ഡിസ്കസ് ചെയ്ത ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെ ഒന്നാമത് ചോദിച്ചു. ഇനി ഇത് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടെന്നെങ്ങാനും പറയുമോ, ഇനി ലീക്ക് ചെയ്തെങ്ങാനും പറയുമോ? കാരണം അതേ ക്വസ്റ്റ്യൻ തന്നെ. പക്ഷേ ഇത് കഴിഞ്ഞ വർഷത്തെ 2024 ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ തന്നെയാണ്. അതേ മോഡൽ തന്നെയാണ് മക്കളെ ചോദിച്ചത് കേട്ടോ. സോ ഇഫ് A is equal to set 1 2 3 4, 6 തന്നിട്ടുണ്ട്. 1 2 2 2 1 1 4 4 1 3 3 3 3 2. റൈറ്റ് ദ ഡൊമൈൻ ആൻഡ് റേഞ്ച് എന്നാണ് ചോദിച്ചത്. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വളരെ എളുപ്പം നമുക്ക് മനസ്സിലാക്കി എഴുതാം. ഡൊമൈനും റേഞ്ചും എഴുതാനാണ്. ഇതാണ് റിലേഷൻ. സോ ഡൊമൈൻ എന്ന് പറയുമ്പോൾ എന്ത് വരും? ആദ്യത്തെ എലമെൻറ്റ്സ് ആണ് ഡൊമൈൻ അല്ലേ? സോ 1 2 പിന്നെ ഏതാണ് 4 3. അപ്പോൾ 1 2 3 4 തന്നെ വരും അല്ലേ? 1 2 പിന്നെ 3 4. അപ്പോൾ 1 2 3 4 തന്നെയാണ് നമ്മുടെ ഡൊമൈൻ എന്ന് പറയുമ്പോൾ സെറ്റിനകത്ത് എഴുതാം 1 2 3 4. റിലേഷനിൽ ഏർപ്പെട്ടിരിക്കുന്ന ആദ്യത്തെ എലമെൻറ്റ്സ് ആണ് ഡൊമൈൻ. സോ റേഞ്ച് എന്താണ്? റിലേഷനിൽ ഏർപ്പെട്ടിരിക്കുന്ന രണ്ടാമത്തെ എലമെൻറ്റ്സ് അത് എന്ത് തന്നെയായിരിക്കും നോക്കട്ടെ. 2 ഉണ്ട്, പിന്നെ 1 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. സോ 2 1 2 3 4 തന്നെയായിരിക്കും ഡൊമൈനും റേഞ്ചും. അത് എഴുതിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് സെറ്റായി. ഓക്കെ അല്ലേ മക്കളെ? 1 2 3 4 ആണ് ഫസ്റ്റത്തെ. സോ അത് ഡൊമൈൻ. റേഞ്ച് എന്ന് പറയുമ്പോൾ 2 ഉണ്ട്, 1 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. സോ ഡൊമൈനും റേഞ്ചും എഴുതി കാണും എല്ലാവരും. ഇതൊരു ഇക്വലൻസ് റിലേഷൻ ആണോ, ജസ്റ്റിഫൈ എന്ന് ചോദിച്ചിട്ടുണ്ട് മക്കളെ. ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു 1 2 3 4 ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാത്തിൻ്റെ ഇരട്ടകൾ ഇതിൻ്റെ അകത്ത് കാണണം. 1ൻ്റെ ഇരട്ടയുണ്ടോ? യെസ്, 1 1 ഉണ്ട്. 2ൻ്റെ ഇരട്ട എന്ന് പറഞ്ഞാൽ ട്വിൻ പെയർ 2 2 2 ഉണ്ടോ? 2 2 ഉണ്ട്. യെസ്. 3 3 ഉണ്ടോ? 3യുടെ ഇരട്ട. യെസ്. 4 4 ഉണ്ടോ? യെസ്. അപ്പോൾ എല്ലാം ഉണ്ട്. സോ അത് റിഫ്ലെക്സീവ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ജസ്റ്റിഫൈ എന്ന് പറയുമ്പോൾ നമുക്ക് എഴുതി വെക്കാം. ഇക്വലൻസ് റിലേഷൻ ആണോ എന്നല്ലേ ചോദിച്ചത്. സോ ഇത് റിഫ്ലെക്സീവ് ആണ്, നമുക്ക് മനസ്സിലായി അല്ലേ? 1 1 2 2 3 3 4 4 എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് എഴുതി വേണേൽ വെക്കാം. ഇങ്ങനെ എഴുതാം: 1 1 2 2 3 3 4 4 element of R, therefore R is റിഫ്ലെക്സീവ് ആണ്. സിമെട്രിക് ആണോ? 1 2 ഉണ്ട്. 1 2 ഉണ്ടെങ്കിൽ ആര് കാണണം? 2 1 കാണണം. 2 1 ഉണ്ടോടാ? 2 1 ഇല്ല, പോയി, പരിപാടി പോയി. 1 2 ഉണ്ട്, 2 1 ഇല്ല അല്ലേ? 2 1 ഇല്ല. അപ്പോൾ നമുക്ക് എഴുതാം 1 2 ഉണ്ട്, 1 2 എലമെൻറ്റ് ഓഫ് ആർ, ബട്ട് ആരില്ല? 2 1 നോട്ട് എലമെൻറ്റ് ഓഫ് ആർ. 2 1 ഇതിൻ്റെ അകത്തില്ല. therefore R is not symmetric. ട്രാൻസിറ്റീവ് ഇനി കണ്ടുപിടിക്കണമെന്ന് ചോദിച്ചാൽ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. എടാ മക്കളെ, നമ്മളോട് ചോദിച്ചത് ഇക്വലൻസ് ആണോ എന്ന് ചോദിച്ചത്. സിമെട്രിക് അല്ലെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് മുന്നോട്ട് എഴുതേണ്ട കാര്യമില്ല. സിമെട്രിക് അല്ല, അതുകൊണ്ട് അത് ഇക്വലൻസ് അല്ല. നമുക്ക് എഴുതി വെക്കാം: therefore R is not an equivalence relation. R is not an equivalence relation. സോ ചോദ്യം ഇതാണ് ചോദിച്ചത്. മക്കൾ ഇതിൻ്റെ അത് റിഫ്ലെക്സീവ് ആണെന്ന കാര്യം എഴുതിയില്ലെങ്കിലും ഈ ഒരു സംഭവം മാത്രം എഴുതിയാലും മതി, ഫുൾ മാർക്ക് കിട്ടും കേട്ടോ. കാരണം സിമെട്രിക് അല്ലെന്ന് എഴുതി വെക്കുക, അതുകൊണ്ട് അത് ഇക്വലൻസ് അല്ല. ഇത്രയുള്ള റീസൺ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ എളുപ്പം കഴിഞ്ഞു. ഓക്കെ അല്ലേ? അതെല്ലാവരും എഴുതി കാണും. നെക്സ്റ്റ്
ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് 1/√2. ടേബിളിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് എഴുതാനേ ഉള്ളൂ. നെഗറ്റീവ് ഉണ്ടെങ്കിൽ മാത്രം പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം, നെഗറ്റീവ് ഇല്ല. സോ ഡയറക്റ്റ് ആൻസർ നമുക്ക് പിക്ക് ചെയ്യാം. സോ ഡയറക്റ്റ് ആൻസർ എന്തായിരിക്കും? സൈൻ ഇൻവേഴ്സ് 1/√2 എന്ന് പറയുമ്പോൾ π/4 ആയിരിക്കും ആൻസർ. കിട്ടിക്കാണും അല്ലേ? π/4 ആയിരിക്കും ആൻസർ എന്ന് പറയുമ്പോൾ 45 ഡിഗ്രി ആയിരിക്കും. സോ അത് കിട്ടി. സെക്കൻഡ് 2 സൈൻ ഇൻവേഴ്സ് x = ഇതെന്ന് പ്രൂവ് ചെയ്യുക. ഓക്കെ, ഇൻവേഴ്സ് ഇഗ്നോമെട്രിയിലെ ക്വസ്റ്റ്യൻ ആയിരുന്നു, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, അത് നമുക്ക് സിമ്പിളായിട്ട് എഴുതാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ 2 സൈൻ ഇൻവേഴ്സ് x = ഇതെന്ന് പ്രൂവ് ചെയ്യാം. ടു പ്രൂവ് സെക്കൻഡ് എടുത്തെഴുതുവാണേ. ടു പ്രൂവ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് മക്കളെ ഇതേ മോഡൽ തന്നെ വരാം കേട്ടോ. 2 സൈൻ ഇൻവേഴ്സ് x എന്ന് പറയുന്നത് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 2x ഇൻറ്റു √(1 - x²). സോ നിങ്ങൾക്ക് വേണമെങ്കിൽ LHS നിന്ന് RHS പ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ RHS നിന്ന് LHS പ്രൂവ് ചെയ്യാം. നമുക്ക് റൈറ്റ് സൈഡിൽ നിന്ന് എടുത്ത് ലെഫ്റ്റ് സൈഡ് പ്രൂവ് ചെയ്യാനാണ് കുറച്ചുകൂടി എളുപ്പം. സോ ഞാൻ ആദ്യം RHS എടുക്കുവാണ്. RHS റൈറ്റ് സൈഡ് എടുക്കുവാണേ. RHS എന്താടാ? സൈൻ ഇൻവേഴ്സ് 2x ഇൻറ്റു √(1 - x²). റൈറ്റ് സൈഡ് സൈൻ അല്ലേടാ മക്കളെ കിട്ടേണ്ടത്, റൈറ്റ് സൈഡ് സൈൻ അല്ലേ കിട്ടേണ്ടത്. അപ്പോൾ എക്സിന് സൈൻ തീറ്റ ഇട്ട് കൊടുത്താൽ മതി. റൈറ്റ് സൈഡ് ആണല്ലോ ഇത്. ലെഫ്റ്റ് സൈഡിൽ സൈൻ ഇൻവേഴ്സ് അല്ലേ കിട്ടേണ്ടത്, അപ്പോൾ എക്സിന് സൈൻ തീറ്റ ഇട്ട് കൊടുക്കുക. ദേ പുട്ട് x = സൈൻ തീറ്റ. അപ്പോൾ ഈ സൈൻ ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും? സൈൻ ഇൻവേഴ്സ്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് x എന്ന് പറയുമ്പോൾ തീറ്റ. ഇത്ര എഴുതി വെക്കുക. എന്നിട്ട് എക്സിന് പകരം സൈൻ തീറ്റ ഇട്ട് കൊടുത്തേ. സോ സൈൻ ഇൻവേഴ്സ് x ഉള്ളിടത്തെല്ലാം ഇവിടെ x ഉണ്ട്, ഇവിടെ x ഉണ്ട്, ഇവിടേക്ക് ഇട്ട് കൊടുത്തേ. 2 സൈൻ തീറ്റ ഇൻറ്റു √(1 - sin²θ). അപ്പോൾ ഇതെന്ത് വരും? സൈൻ ഇൻവേഴ്സ് 2 സൈൻ തീറ്റ എന്താടാ? √(1 - sin²θ). അപ്പോൾ √(1 - sin²θ) എന്ന് പറയുമ്പോൾ cos²θ. അറിയാലോ, cos²θ. അപ്പോൾ ഇതെന്ത് വരും? സൈൻ ഇൻവേഴ്സ് 2 സൈൻ തീറ്റ റൂട്ടിൻ്റെ അകത്തെ cos². അപ്പോൾ റൂട്ടിനകത്ത് cos² വരുമ്പോൾ സ്ക്വയർ വരുമ്പോൾ സ്ക്വയർ പോകും. 2 സൈൻ തീറ്റ cos തീറ്റ. 2 സൈൻ തീറ്റ cos തീറ്റ എന്താണ് മക്കളെ? എന്താണ്? സൈൻ ഇൻവേഴ്സ് 2 സൈൻ തീറ്റ cos തീറ്റ എന്ന് പറയുമ്പോൾ സൈൻ 2 തീറ്റയാണ്. യെസ്, സൈൻ ഇൻവേഴ്സും സൈനും പോയി. സോ ആൻസർ 2 തീറ്റയാണ്. ഇനി തീറ്റ എന്താണ് മക്കളെ? അതേ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? സൈൻ ഇൻവേഴ്സ് x. അപ്പോൾ 2 തീറ്റയ്ക്ക് പകരം സൈൻ ഇൻവേഴ്സ് x ഇട്ട് കൊടുക്കുക. ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട RHS അല്ല LHS. സോ RHS നിന്ന് LHS പ്രൂവ് ചെയ്ത് മക്കളെ. ഇത്രേ ഉള്ളൂ പരിപാടി. സോ ഹെൻസ് പ്രൂവ്ഡ് എന്ന് വേണമെങ്കിൽ എഴുതി വയ്ക്കാം. ഹെൻസ് പ്രൂവ്ഡ്, നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, യെസ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ ഇത്. ടെക്സ്റ്റ് ബുക്കിലെ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. തേർഡ് ക്വസ്റ്റ്യൻ മെട്രിക്സിൽ നിന്നായിരുന്നു. ഇഫ് എ മെട്രിക്സ് ഹാസ് 7 elements, then what is the possible order of matrix in the following? 7 എലമെൻ്റ് ഉണ്ടെങ്കിൽ മക്കളെ, 7 എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7 കിട്ടുന്ന ആ ഒരു ഓർഡർ ആയിരിക്കും. ഒന്നെങ്കിൽ 1/7 അല്ലെങ്കിൽ 7/1. ഇതിലേതെങ്കിലും ആയിരിക്കും 7 എലമെൻറ്റ്സ് ഉള്ള മെട്രിക്സിന് ഓർഡർ. അപ്പോൾ നോക്കാം. 7 × 2 അല്ല, 7 × 7 അല്ല, 2 × 7 അല്ല, 7 × 1. സോ ഇതായിരിക്കും നമ്മുടെ ആൻസർ. സോ 7 × 1 സിമ്പിൾ പരിപാടിയാണ്. ഇപ്പോൾ 14 ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? 14 ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ 7 × 2 ആയിരിക്കും, അല്ലെങ്കിൽ 2 × 7 ആയിരിക്കും, അല്ലെങ്കിൽ 14 × 1 ആയിരിക്കും, അല്ലെങ്കിൽ 1 × 14 ആയിരിക്കും. ഇങ്ങനെയുള്ള പരിപാടികളാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഓർഡർ എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ എലമെൻറ്റ്സിൻ്റെ എണ്ണം കിട്ടും, അതാണ്. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കൺസ്ട്രക്ട് ചെയ്യാനാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. 2/2 കൺസ്ട്രക്ട് ചെയ്യണം. സോ കൺസ്ട്രക്ഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. aij = i + j² / 2. aij = i + j² / 2. സോ മെട്രിക്സ് എ എന്ന് പറയുന്ന മെട്രിക്സ് 2/2 ആണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം? ജനറലായിട്ട് a11, a12, a21, a22. ഇന്നലെ ഡിസ്കസ് ചെയ്ത സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചത്. സോ a11 കണ്ടുപിടിക്കാം. a11 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? 1 + 1² / 2. അപ്പോൾ 1 കൂട്ടുമ്പോൾ 2, 2ൻ്റെ സ്ക്വയർ 4, 4/2 എന്ന് പറയുമ്പോൾ 2. സോ ഫസ്റ്റത്തെ കിട്ടി 2. അടുത്ത a12 1 + 2² / 2. സോ 2 1 3, 3ൻ്റെ സ്ക്വയർ 9/2. സോ അത് 9/2. അടുത്ത a21 2 + 1² / 2. 2 1 3, 3ൻ്റെ സ്ക്വയർ 9, 9/2. അടുത്ത a22 2 + 2² / 2.
സോ 2 2 കൂട്ടുമ്പോൾ 4, 4ൻ്റെ സ്ക്വയർ 16/2 എത്ര കിട്ടൂടാ? 8 കിട്ടിയില്ലേ? സോ ഇന്നലെ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ എത്ര മാർക്കാണ്? 2 മാർക്ക് സ്കോർ ചെയ്ത് കാണും. ഓക്കെ അല്ലേ? യെസ്. 4th ക്വസ്റ്റ്യൻ ഡെറിവേറ്റീവ് എന്നായിരുന്നു ചോദിച്ചത്. സോ ഇതേപോലെ തന്നെ ഫൈനൽ എക്സാമിനും ഡെറിവേറ്റീവ് എന്നൊരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. 2x ഡെറിവേറ്റീവ് എന്താണെന്ന് ചോദിച്ചത്. സോ ചിലവരത് ലോഗൊക്കെ ചെയ്ത് അപ്ലൈ ചെയ്ത് കാണും. ഡയറക്റ്റ് ചെയ്താൽ മക്കളെ, കാരണം നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു ഇക്വേഷൻ ഉണ്ട്. d/dx ഡെറിവേറ്റീവ് ഓഫ് a⁻x എന്ന് പറഞ്ഞാൽ a⁻x log a. പഠിച്ചവർക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് 2x ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നമുക്ക് എഴുതാം 2x log 2. അതാണ് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. 2x log 2 ആണ് ആൻസർ. ഇനി 5x ചോദിച്ചു കഴിഞ്ഞാൽ 5x log 5. സിമ്പിൾ പരിപാടി. ഈ ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക കേട്ടോ മക്കളെ. ഇത് എഴുതിയെടുത്തോളുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചത് dy/dx കണ്ടുപിടിക്കാനാണ്. സോ നമുക്ക് കണ്ടുപിടിക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ sin x പ്ലസ് കോസ് y എന്ന് പറയുന്നത് xy ആണ്. സോ രണ്ട് സൈഡിലും ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ sin x-ൻ്റെ ഡെറിവേറ്റീവ് എന്താണ് മക്കളെ? cos x പ്ലസ് cos y-യുടെ ഡെറിവേറ്റീവ് എന്താണ് മക്കളെ? കോസിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക, പിന്നെ വൈയുടെ ഡെറിവേറ്റീവ് എടുക്കുക. കോസ് വൈയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ വൈ ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് dy/dx. റൈറ്റ് സൈഡിൽ x ഇൻറ്റു വൈ ആണ്. അത് ഓർത്ത് കാണുമായിരിക്കും അല്ലേ? x ഇൻറ്റു വൈ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. x ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് dy/dx പ്ലസ് തിരിച്ച് y ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. ഇത് എഴുതണമെന്നില്ല. ഇതേ ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് പ്ലസ് ഇതേ ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ്. ഓക്കെ. പിന്നെ അത് dy/dxൻ്റെ ടേം ഏതൊക്കെയാണ് ഉള്ളത്? ഇതുമുണ്ട്. സോ രണ്ടും ഒരു സൈഡിലേക്ക് എടുക്കാം. അപ്പം ഞാൻ ഇതിനെ നേരെ, ഇവിടെ മൈനസ് അല്ലേ, ഇതിനെ നേരെ അപ്പുറത്തേക്ക് എടുത്ത് പോസിറ്റീവ് ആക്കാൻ പോവാണേ. അതേപോലെ y ഇപ്പുറത്തേക്ക് എടുക്കുവാണ്. സോ എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം. ഞാൻ ഇപ്പോൾ cos x ആ അപ്പുറത്ത് എടുക്കുന്ന y ഇല്ലാതെ മക്കളെ ഡെറിവേറ്റീവ് ഇല്ലാത്ത ടൈം കണ്ടല്ലോ, cos x-ഉം y-ഉം ആണ്. അത് ഒരുമിച്ച് ആക്കുവാണേ. ആ y-നെ ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ മൈനസ് y. സോ ഇപ്പുറത്ത് എടുക്കുന്ന x dy/dx അതേപോലെ എഴുതുവാണ് x dy/dx. പിന്നെ ഈ ടേം ഈ മൈനസ് സൈൻ വൈ dy/dx അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് ആകും. പ്ലസ് സൈൻ വൈ dy/dx. സോ ഇവിടെ എന്ത് വരും? cos x മൈനസ് വൈ ഈക്വൽ ടു dy/dx കോമൺ ആയിട്ടില്ല ഇവിടെ. സോ അത് രണ്ടും കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ എന്ത് കിട്ടും? dy/dx ഇൻറ്റു എക്സ് പ്ലസ് സൈൻ വൈ. സോ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന ഈ ബ്രാക്കറ്റ് ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താകും? ഡിവിഷൻ ആകും. അപ്പോൾ എന്ത് ചെയ്യാം? cos x മൈനസ് വൈ ബൈ ഇത് ഇപ്പുറത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യണം മക്കളെ, എക്സ് പ്ലസ് സൈൻ വൈ എന്ന് കിട്ടും. സിക്കൽ ടു dy/dx. ഇതാണ് നമ്മുടെ dy/dx. കിട്ടിക്കാണുമല്ലോ മക്കളെ. ചിലവർ ഇത് ഇപ്പുറത്തേക്കാണ് എടുത്തതെങ്കിൽ മൈനസ് സൈൻ എക്സ് മൈനസ് സൈൻ വൈ മൈനസ് എക്സ്. അപ്പോൾ ചിലവർക്ക് ഇങ്ങനെ കിട്ടിക്കാണും y പ്ലസ് കോസ് എക്സ് ബൈ മൈനസ് എക്സ് മൈനസ് സൈൻ വൈ അല്ലേ? അങ്ങനെ കിട്ടിക്കാണും കേട്ടോ. രണ്ടും സെയിം ആണ്, കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈനാണ് കിട്ടിയെങ്കിലും നോ പ്രോബ്ലം, കറക്റ്റ് ആൻസർ ആയിരിക്കും. നെക്സ്റ്റ് 5th ക്വസ്റ്റ്യൻ അബ്സല്യൂട്ട് മാക്സിമം അബ്സല്യൂട്ട് മിനിമം കണ്ടുപിടിക്കാനാണ്. 3 മാർക്കിന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് മക്കളെ. സോ ആദ്യം f(x) എടുത്തെഴുതുക. ലോക്കൽ മാക്സിമം ചോദിക്കേണ്ട അബ്സല്യൂട്ടായി ചോദിച്ചത് വളരെ എളുപ്പം ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആയിരുന്നു. 2x² മൈനസ് 8x പ്ലസ് 5 ക്ലോസ്ഡ് ഇൻ്റർവൽ 1-5 ആണ്. സോ ആദ്യം നമുക്ക് f'(x) കണ്ടുപിടിക്കാം. f'(x) എന്ന് പറയുമ്പോൾ എന്ത് വരും? 4x മൈനസ് 8 അല്ലേ മക്കളെ? 4x മൈനസ് 8 എന്ന് കിട്ടി. ഇനി നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കണം. ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുമ്പോൾ f'(x) 0 കിട്ടുന്ന ആ പോയിന്റ്. സോ f'(x) 0 കിട്ടുന്ന പോയിന്റ് ഏതാടാ? f'(x) ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ 4x മൈനസ് 8 ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ 4x ഈക്വൽ ടു 8, x ഈക്വൽ ടു 8/4 എന്ന് പറയുമ്പോൾ 2 കിട്ടും. അപ്പോൾ x എന്ന് പറയുന്നത് 2ഉം കിട്ടി. ക്രിട്ടിക്കൽ പോയിന്റ് ഒരെണ്ണം കിട്ടി 2. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഈ എൻഡ് പോയിൻറ്റ്സിലാണോ അതോ ക്രിട്ടിക്കൽ പോയിൻറ്റ്സിലാണോ മാക്സിമം കിട്ടുന്നത്, അതാണ് നമ്മുടെ അബ്സല്യൂട്ട് മാക്സിമം. അപ്പോൾ ഇത്രയുള്ള പരിപാടി. നമ്മൾ ലാബ് ചെയ്ത പോലെ ഓർമ്മയുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത് f(1) കണ്ടുപിടിക്കും, f(1), പിന്നെ f(5) കണ്ടുപിടിക്കും, പിന്നെ f(2) കണ്ടുപിടിക്കും. f(1) കണ്ടുപിടിക്കും, f(5) കണ്ടുപിടിക്കും, പിന്നെ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ആ ക്രിട്ടിക്കൽ പോയിന്റ് 2. ഇവിടെ എവിടെയാണ് മാക്സിമം വരുന്നത് നമുക്ക് നോക്കാം. f(1) എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ f(x) അല്ലേ? അവിടെ ഇട്ട് കൊടുക്കുക. ഇതിൽ f(x) 2x² മൈനസ് 8x പ്ലസ് 5 അന്ന് എടുത്ത് എഴുതട്ടെ. f(x) 2x² മൈനസ് 8x പ്ലസ് 5
സോ എക്സിന് പകരം 1 ഇട്ട് കൊടുക്കടാ. അപ്പോൾ 2 ഇൻറ്റു 1 സ്ക്വയർ മൈനസ് 8 ഇൻറ്റു 1 പ്ലസ് 5 എത്ര കിട്ടും? സോ 2 മൈനസ് 8 പ്ലസ് 5 5ഉം 2 7 7ൽ നിന്ന് 8 കുറച്ചാൽ -1 കിട്ടും. അടുത്ത് 5 ഇട്ട് കൊടുക്കാം. 2 ഇൻറ്റു 5 സ്ക്വയർ മൈനസ് 8 ഇൻറ്റു 5 പ്ലസ് 5 അല്ലേ? യെസ്. അപ്പോൾ ഇത് 5 സ്ക്വയർ 25 25 ഇൻറ്റു 2 50 മൈനസ് 8 ഇൻറ്റു 40 പ്ലസ് 5 55 40 കുറച്ച് 15 അല്ലേ? 15. അടുത്ത 2. അപ്പോൾ 2 ഇൻറ്റു 2 സ്ക്വയർ മൈനസ് 8 ഇൻറ്റു 2 പ്ലസ് 5. സോ 4 ഇൻറ്റു 2 8 മൈനസ് 16 പ്ലസ് 5 8 5 13 മൈനസ് 3 കിട്ടും അല്ലേ? യെസ്. ഓക്കെ അല്ലേ? ഇതിൻ്റെ അകത്ത് മാക്സിമം എന്താ ചോദിച്ചത്? ഫൈൻഡ് ദ അബ്സല്യൂട്ട് മാക്സിമം ആൻഡ് അബ്സല്യൂട്ട് മിനിമം വാല്യൂസ് ആണ്. സോ അബ്സല്യൂട്ട് മാക്സിമം എന്താണ് മക്കളെ? ഇതിൻ്റെ അകത്ത് മാക്സിമം എന്ന് പറയുന്നത് 15 ആണ്. ഏറ്റവും മിനിമം എന്ന് പറയുന്നത് -1 ആണ്. സോ നമുക്ക് എഴുതാം therefore the absolute maximum value is equal to 15 at x equal to 5. x equal to 5ലാണ് നമുക്ക് അബ്സല്യൂട്ട് മാക്സിമം കിട്ടിയത്. അതേപോലെ അബ്സല്യൂട്ട് മിനിമം വാല്യൂ ഈക്വൽ ടു -1 സോറി -3 -1 അല്ല കേട്ടോ മക്കളെ, -1നേക്കാളും ചെറുത് -3 -3 അറ്റ് എക്സ് ഈക്വൽ ടു 2. -3 ഏറ്റവും ചെറുത്. സോ അതാണ് അബ്സല്യൂട്ട് മിനിമം വാല്യൂ. ഇത്രയുള്ള പരിപാടി സിമ്പിളായിട്ട് 3 മാർക്ക് കിട്ടും. 6ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചത് ഇൻ്റഗ്രലിൽ നിന്നായിരുന്നു മക്കളെ. ഇത് കാണുമ്പോൾ പേടിച്ചാരും പോലെ ഇതേപോലത്തെ കുറേ ക്വസ്റ്റ്യൻ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. ഡയറക്റ്റ് നമ്മുടെ പ്രോപ്പർട്ടി ഉപയോഗിക്കുമ്പോൾ ആൻസർ കിട്ടും. സോ ഇതിനെ ഞാൻ I എന്ന് പറഞ്ഞ് എടുത്തെഴുതുന്നു. ഇൻ്റഗ്രൽ 0 to π/2. ഇതിൻ്റെ ആൻസർ ചെയ്ത് പഠിച്ചവർക്ക് അറിയാമായിരിക്കും. ഇങ്ങനെ വരുന്ന ടൈപ്പിൻ്റെ ആൻസർ എപ്പോഴും ഒരേ സാധനം തന്നെയായിരിക്കും. അതറിയാം, നമുക്ക് ചെയ്യുമ്പം കിട്ടും. സോ റൂട്ട് സൈൻ എക്സ് എടുത്തെഴുതുവാണെങ്കിൽ ബൈ റൂട്ട് സൈൻ എക്സ് പ്ലസ് റൂട്ട് കോസ് എക്സ് ഡി എക്സ്. ആദ്യം എന്ത് ചെയ്യും? നമ്മുടെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യും. ഈ എക്സിന് പകരം π/2 - x എന്ന് എഴുതും. ഓർമ്മയുണ്ടല്ലോ മക്കളെ പ്രോപ്പർട്ടി എന്തായിരുന്നു? ഇൻ്റഗ്രൽ 0 to a f(x) എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻ്റഗ്രൽ 0 to a f(a - x) എന്ന് എഴുതാം. അപ്പർ ലിമിറ്റ് -x എന്ന് നമുക്ക് എക്സിന് പകരം എഴുതാം. ഇതാണ് പ്രോപ്പർട്ടി. സോ ഇവിടെ എന്ത് ചെയ്യാം? എല്ലായിടത്തും എക്സ് ഉള്ള എല്ലായിടത്തും ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ എക്സ് ഉണ്ട്. എക്സ് ഉള്ള എല്ലായിടത്തും π/2 - x എന്ന് എഴുതാം. ഇൻ്റഗ്രൽ 0 to π/2 റൂട്ട് സൈൻ π/2 - x ബൈ റൂട്ട് സൈൻ π/2 - x പ്ലസ് റൂട്ട് കോസ് π/2 - x ഡി എക്സ്. സൈൻ π/2 - x എന്ന് പറയുമ്പോൾ എന്ത് വരും? അത് കോസ് ആകും. കോസ് π/2 - x എന്ന് പറയുമ്പോൾ എന്താകും? അത് സൈൻ ആകും. ഓക്കെ, നമുക്കറിയാവുന്ന കാര്യമാണ്. സോ എന്തായി മാറിയത്? ഇൻ്റഗ്രൽ 0 to π/2 റൂട്ട് മക്കളെ സൈൻ 90 - x എന്ന് പറഞ്ഞാൽ അത് കോസായി മാറും കേട്ടോ. സോ അത് കോസ് എക്സ് ബൈ താഴത്തും അതേപോലെ നേരെ ഓപ്പോസിറ്റായി മാറും. സൈൻ 90 - x സൈൻ π/2 - x കോസ് എക്സ്. സോ റൂട്ട് കോസ് എക്സ് പ്ലസ് അതേപോലെ ഇവിടുത്തെ റൂട്ട് കോസ് 90 - x π/2 - x എന്ന് പറയുമ്പോൾ അത് സൈനായി മാറും. സോ ഇത് I, ഇത് സെക്കൻഡ് ഇക്വേഷൻ, മറ്റേത് ഫസ്റ്റ് ഇക്വേഷൻ. ഇത് ഫസ്റ്റ് ഇക്വേഷൻ. സോ മക്കളെ ഫസ്റ്റും സെക്കൻഡും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ എന്ത് വരും? ലെഫ്റ്റ് സൈഡിലെ ഐയും ഇവിടുത്തെ ഐയും കൂടെ കൂട്ടുമ്പോൾ 1 + 2 2i എന്ന് കിട്ടും. ഓക്കെ, ഇനി റൈറ്റ് സൈഡിൽ രണ്ടിനും 0 to π/2 ആണ്. സോ ഞാൻ ജനറലായിട്ട് കോമൺ ആയിട്ട് എടുക്കുന്നു 0 to π/2. ഇനി നോക്കടാ, രണ്ടിൻ്റെ ഡിനോമിനേറ്റർ എന്താണ്? രണ്ടിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആണ്. റൂട്ട് സൈൻ എക്സ് പ്ലസ് റൂട്ട് കോസ് എക്സ്, റൂട്ട് സൈൻ എക്സ് പ്ലസ് റൂട്ട് കോസ് എക്സ്. അപ്പോൾ ഒറ്റ ഡിനോമിനേറ്ററിൽ നമുക്ക് എഴുതാം റൂട്ട് സൈൻ എക്സ് പ്ലസ് റൂട്ട് കോസ് എക്സ്. അങ്ങനെയാണെങ്കിൽ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ന്യൂമറേറ്റർ തമ്മിൽ കൂട്ടാൻ മേലെ റൂട്ട് സൈൻ എക്സ് പ്ലസ് റൂട്ട് കോസ് എക്സ്. വെട്ടിക്കളയുമ്പോൾ എന്ത് കിട്ടും? ഒരേ സാധനം വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടും അല്ലേ? സോ ഇത് ഇൻ്റഗ്രൽ 0 to π/2 1 dx എന്ന് കിട്ടും. 1 ഇൻ ഇൻ്റഗ്രൽ എന്താടാ? സോ ഇത് 2i = 1 ഇൻ ഇൻ്റഗ്രൽ എക്സ് അല്ലേ? സോ എക്സ് ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ്
സിമ്പിൾ അതേ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുക്കുക π/2, ലോവർ ലിമിറ്റ് ഇട്ട് കൊടുക്കുക 0. സോ 2i = π/2 എന്ന് കിട്ടും. അപ്പോൾ i എന്ത് കിട്ടും? ഈ 2 ഇപ്പുറത്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ആയിട്ട് ചേർന്ന് π/4 എന്ന് കിട്ടും. ഞാൻ പറയില്ലേ, ഇങ്ങനെയുള്ള എല്ലാ ക്വസ്റ്റ്യൻ്റെ ആൻസർ π/4 ആയിരിക്കും. ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. പ്രാക്ടീസ് ചെയ്യുക, വീണ്ടും 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 പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. പിന്നെ 7ാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ വെക്ടർ അൾജിബ്രയിലെ പ്രൊജക്ഷൻ. ഇന്നലെ പറഞ്ഞ അതേ സംഭവം, അതേ ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു വന്നത്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും അല്ലേ? ആദ്യം a + b കണ്ടുപിടിക്കാം. എയും ബിയും കൂടെ കൂട്ടണം മക്കളെ. 2iയും iയും കൂടെ കൂട്ടിയാൽ 3i, 3i. അടുത്ത 3jയും 2jയും കൂടെ കൂട്ടിയാൽ 5j. അടുത്ത 2kയും kയും കൂടെ കൂട്ടിയാൽ 3k. സോ a + b കിട്ടി. ഇനി പ്രൊജക്ഷൻ കണ്ടുപിടിക്കാനാണ് ചോദിച്ചത് അല്ലേ? പ്രൊജക്ഷൻ്റെ ഇക്വേഷൻ എന്നാടാ? ഇന്നലെ ഞാൻ പഠിക്കണമെന്ന് പറഞ്ഞതാണ്, പഠിക്കാതെ പോകരുതെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞതാണ്. പ്രൊജക്ഷൻ ഓഫ് a on b, a.b/mod b അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് b അല്ലേ? a.b എന്താണ്? a.b കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് പരിപാടി? a.b എയുടെയും ബിയുടെയും കമ്പോണൻസ് തമ്മിൽ ഇൻറ്റു ചെയ്യുക. 2 × 1 എന്ന് പറയുമ്പോൾ 2 പ്ലസ് ഇവിടുത്തെ 3 × 2 6 പ്ലസ് ഇവിടുത്തെ 2 × 1 2, 6 2 8 2 10. അപ്പോൾ a.b കിട്ടി 10 ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എന്ന് പറയുമ്പോൾ ബിയുടെ എല്ലാത്തിൻ്റെയും കമ്പോണൻസിൻ്റെ റൂട്ട് എടുത്താൽ പോരെ. ഇവിടെ ഐയുടെ കൂടെ 1, 1ൻ്റെ സ്ക്വയർ 1 പ്ലസ് ഇവിടെ 2ൻ്റെ സ്ക്വയർ 4 പ്ലസ് ഇവിടെ കെയുടെ കൂടെ 1 ആണ്, 1ൻ്റെ സ്ക്വയർ 1. സോ 4 × 2 6. സോ √6. സോ 10/√6 എന്ന് വരും. ഇന്നലെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ നമ്പർ പോലും മാറാതെയാണ് വന്നിരിക്കുന്നത്. അതേ ക്വസ്റ്റ്യൻ നമ്പർ പോലും മാറാതെ വന്നിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ പ്രോബബിലിറ്റി എന്നായിരുന്നു. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പ്രോബബിലിറ്റിയിൽ നിന്ന് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം കേട്ടോ ഫൈനൽ എക്സാമിന്. എ ഫെയർ ഡൈ ത്രോൺ ട്വൈസ്. ഫെയർ ഡൈ എന്ന് പറയുമ്പോൾ സത്യസന്ധതയുള്ളൊരു ഡൈ എന്ന് പറയുമ്പോൾ എല്ലാ സൈഡും കറക്റ്റ് ഈ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 1 2 3 4 അങ്ങനെ കുത്തുകുത്തുണ്ടല്ലോ, അത് കറക്റ്റായിട്ടുള്ളൊരു ഡൈ ആണ് ഫെയർ ഡൈ. സോ അത് എറിഞ്ഞു. അപ്പോൾ സാമ്പിൾ സ്പേസ് നമുക്ക് ആദ്യം എഴുതാം. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കുമ്പോൾ നിങ്ങൾ ആദ്യം സാമ്പിൾ സ്പേസ് ആണ് മക്കളെ എഴുതേണ്ടത്. ഓക്കെ, സാമ്പിൾ സ്പേസ് നിങ്ങൾ മൊത്തം എഴുതി വെക്കുക. കുഴപ്പമില്ല, പേപ്പറിൽ നിറഞ്ഞോട്ടെ, ഇതിങ്ങനെ എഴുതി വെക്കുക. 1 1 1 2 1 3 1 4 1 5 1 6 അങ്ങനെ എല്ലാം എഴുതുക. ഇനി എന്താ ചോദിച്ചത്? എ എന്ന് പറയുന്ന ഇവൻ്റ് എന്താ പറയുന്നത്? 4 അപ്പിയേർഡ് അറ്റ്ലീസ്റ്റ് വൺസ്, 4 അപ്പിയേർഡ് അറ്റ്ലീസ്റ്റ് വൺസ് എന്ന് പറഞ്ഞാൽ 4 എവിടെയെങ്കിലും വരുന്ന എടുത്തെഴുതുക. സോ എ എന്ന് പറയുന്ന ഇവൻ്റ് അല്ലേ? 4 വരുന്ന ഏതൊക്കെയാടാ? 4 വരുന്ന മാത്രം എടുത്തെഴുതിക്കതേ 1 4 2 4 3 4. പിന്നെ 4ൻ്റെ മൊത്തം അതിൻ്റെ അകത്ത് എവിടെയെങ്കിലും 4 വരുന്ന എടുത്തെഴുതാനാണ് പറഞ്ഞത്. പിന്നെ 5 4 6 4. ഓക്കെ, അതെല്ലാം വരും അല്ലേ? അപ്പോൾ 1 4 2 4 3 4 നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തെഴുതാം, അല്ലെങ്കിൽ ആ നമ്പർ മാത്രം എഴുതിയാൽ മതി. 4 1 പിന്നെ 4 2 4 3 4 4 4 5 4 6 പിന്നെ 5 4 6 4. ഓക്കെ, എ കഴിഞ്ഞു. അറ്റ്ലീസ്റ്റ് വൺസ് എന്ന് പറയുമ്പോൾ എവിടെയെങ്കിലും 4 വരുന്ന എഴുതാനാണ് പറഞ്ഞത്. ഓക്കെ, പിന്നെ സമ്മ് 5 ആയിട്ടുള്ള സം ഈസ് 5 ആണ് ബി. സോ സമ്മ് 5 ആയിട്ടുള്ള എടുത്തെഴുതാം. സമ്മ് 5 ആയിട്ടുള്ള ഏതൊക്കെയാടാ? സമ്മ് 5 ആയിട്ടുള്ള ഏതൊക്കെയാണ്? 1-നകത്ത് 1 4 ഉണ്ടല്ലേ, 2-നകത്ത് 2 3 ഉണ്ട്, 3-നകത്ത് 3 2 ഉണ്ട്, 4-നകത്ത് 4 1 ഉണ്ട്. സമ്മ് 5 ആയിട്ടുള്ള ഇത്രയല്ലേ ഉള്ളൂ. 5-നകത്തില്ല, 6-നകത്തില്ല. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതെടുത്തെഴുത്. 1 4 പിന്നെ 2-നകത്ത് 2 3, 3-നകത്ത് 3 2, 4-നകത്ത് 4 1. എയും ബിയും എഴുതി കഴിഞ്ഞാൽ മക്കളെ എ ഇൻ്റർസെക്ഷൻ ബി എഴുതാൻ മറക്കരുത്. എയും ബിയും തമ്മിൽ കോമൺ ആയിട്ടുള്ള എടുത്തെഴുതുക. എക്കകത്തും ബിക്കകത്തും കോമൺ ആയിട്ടുള്ള ഏതാണ്? 1 4 ഉണ്ട്, പിന്നെ 4 1 ഉണ്ട്. അത് രണ്ടും അല്ലേ ഉള്ളൂ, വേറെ വല്ലതും ഉണ്ടോടാ? ഇല്ല. അപ്പോൾ അത് രണ്ടും മാത്രം എടുത്തെഴുതുക. 1 4, 4 1. ഇത്ര എഴുതി കഴിഞ്ഞ ഉടനെ ഇതിൻ്റെ പ്രോബബിലിറ്റീസ് എഴുതുക. പി ഓഫ് എ, ഓരോന്നിൻ്റെ പ്രോബബിലിറ്റി. പി ഓഫ് എ എന്ന് പറയുമ്പോൾ മക്കളെ എയുടെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എക്കകത്തെ എണ്ണം ബൈ ടോട്ടൽ എണ്ണം. എക്കകത്തെ എണ്ണം എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11. സോ 11 ബൈ ടോട്ടൽ 36 എണ്ണമാണല്ലോ. എണ്ണി നോക്ക്, ടോട്ടൽ 36 എണ്ണം വരും അല്ലേ? 6 × 6 36. സോ പി ഓഫ് എ കഴിഞ്ഞു. അടുത്ത പി ഓഫ് ബി. ബിക്കകത്തെ എണ്ണം ബൈ ടോട്ടൽ എണ്ണം. ബിക്കകത്തെ എണ്ണം എത്രയാണ്? 1 2 3 4. സോ 4 ബൈ 36. കട്ട് ചെയ്യണമെന്നില്ല. അടുത്ത പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. എ ഇൻ്റർസെക്ഷൻ ബിക്കകത്തെ എണ്ണം 1 2. സോ 2 ബൈ 36.
ഓക്കെ അല്ലേ? അത് കഴിഞ്ഞു. ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പി ഓഫ് എയും പി ഓഫ് ബിയും കഴിഞ്ഞു. പി ഓഫ് എയും പി ഓഫ് ബിയും ചോദിച്ചിട്ടുണ്ട്, നമ്മൾ എഴുതി കഴിഞ്ഞു. സോ ഇത് പി ഓഫ് എ, ഒന്നാമത്തെ പി ഓഫ് എ 11/36, 2 പി ഓഫ് ബി 4/36. സോ ഇൻ്റർസെക്ഷൻ നമുക്ക് ആവശ്യമുണ്ട് അടുത്തതിനകത്ത്. പി ഓഫ് എ ഗിവൺ ബി ചോദിച്ചിട്ടുണ്ട്, അതിന് 1 മാർക്ക് അല്ലേ? സോ തേർഡ് ക്വസ്റ്റ്യൻ പി ഓഫ് എ ഗിവൺ ബി. ഇക്വേഷൻ എന്താണ് മക്കളെ? പി ഓഫ് എ ഗിവൺ ബി എന്ന് പറയുമ്പോൾ എയും ബിയും തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ ബൈ ഗിവൺ ആയിട്ടുള്ളതിൻ്റെ പ്രോബിലിറ്റി. സോ എ ഇൻ്റർസെക്ഷൻ ബി നമ്മൾ കണ്ടുപിടിച്ചു 2/36 ബൈ പി ഓഫ് ബി എത്രയാണ്? 4/36. 36 കട്ട് ചെയ്ത് കളയാം, 2/4 കിട്ടും. വേണേൽ ഒന്നുകൂടെ കട്ട് ചെയ്യാം, 1/2. സോ ഇതാണ് പി ഓഫ് എ ഗിവൺ ബി. സോ ഇതായിരുന്നു 8 ക്വസ്റ്റ്യൻസ്. ഇതിൻ്റെ അകത്ത് 6 ക്വസ്റ്റ്യൻസ് എഴുതിയാൽ മതി. എനിക്ക് തോന്നുന്നു 8 ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അത്ര എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു മക്കളെ. സോ എല്ലാവരും എഴുതി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത് നന്നായിട്ട് പഠിച്ചോളുക. സോ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട്, ഫൈനൽ എക്സാമിന് പഠിക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഡിസ്കസ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് അടുത്ത എക്സാമിന് നിങ്ങൾക്ക് ഉപകാരപ്പെടും, പബ്ലിക് എക്സാമിന് ഉപകാരപ്പെടും. സോ നോക്കി പഠിക്കാൻ മക്കളെ. ഇതിൻ്റെ പാർട്ട് 2 ഉടനെ അപ്ലോഡ് ചെയ്യും, ഇപ്പം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ വെയിറ്റ് ചെയ്യാം മക്കളെ. സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് അയയ്ക്കുക, നമ്മുടെ കൂടെ അങ്ങ് കൂടുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പാർട്ടുമായിട്ട് കാണാം മക്കളെ. ഓക്കെ, ബൈ.